അവസാനം ഇസ്രയേൽ ആ തീരുമാനമെടുത്തു. ഗസയിലെ പോളിയോ വാക്സിൻ യജ്ഞത്തിനായി 3 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രയേൽ സന്നദ്ധ അറിയിച്ചതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുകയാണ്. കണ്ണില്ലാത്ത ഇസ്രയേൽ ക്രൂരതയിൽ ജീവൻ പൊലിയുന്ന കുരുന്നുകളുടെ കണക്ക് ഓരോ ദിവസവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആക്രമണം തുടരുമെന്നും പറയുന്നുണ്ട്. ഇതിനിടയിൽ ലോകരാജ്യങ്ങൾ ഇസ്രയേലിന് എതിരായി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു യുദ്ധം ഇനിയും നടന്നേക്കാം എന്ന സൂചനയാണ് അവർ നൽകുന്നത്. ഗസയിലുടനീളമുള്ള 6,40,000 കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് മാനുഷിക പരിഗണന എന്ന ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്നും ഞായറാഴ്ചയോടെ വാക്സിൻ യജ്ഞം ആരംഭിക്കുമെന്നും WHO മുതിർന്ന ഉദ്യോഗസ്ഥൻ റിക് പീപ്പർകോൺ പറഞ്ഞത്. ഗസ മുനമ്പ് മധ്യ തെക്ക് വടക്ക് ഭാഗങ്ങളിലായി 3 ഘട്ടങ്ങളിലായി വാക്സിൻ നൽകുക. ഓരോ ഘട്ടത്തിലും പ്രാദേശിക സമയം 6-നും 15-നും ഇടയിൽ 3 ദിവസത്തേക്ക് പോരാട്ടം താൽക്കാലികമായി നിർത്തും. 25 വർഷത്തിനു ശേഷം ഗസയിൽ ആദ്യമായി പോളിയോ ബാധിച്ച് 10 മാസം പ്രായമായ കുഞ്ഞ് ഭാഗികമായി തളർന്നെന്ന് UN ഉദ്യോഗസ്ഥർ പറഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈയൊരു കരാർ പറയുന്നതും. നോവൽ ഓറൽ പോളിയോ വാക്സിൻ ടൈപ്പ് 2-ന്റെ ഏകദേശം 12.6 ലക്ഷം ഡോസുകൾ ഗസയിലുണ്ട്. 40 ലക്ഷം അധിക ഡോസ് ഉടൻ എത്തിക്കും. യൂണിസെഫ്, UNRWA എന്നിവയുമായി സഹകരിച്ച് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ക്യാമ്പയിൻ നിയന്ത്രിക്കും. വാക്സിൻ നൽകുന്നതിനായി 2000-ലേറെ ആരോഗ്യ പ്രവർത്തകരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. മുനമ്പിലുടനീളം 90% വാക്സിൻ കവറേജ് നേടാനാണ് WHO ലക്ഷ്യമിടുന്നത്. ഗസയ്ക്കുള്ളിൽ വൈറസ് പകരുന്നത് തടയാൻ ഇത് ആവശ്യമാണ്. ഈ നില കൈവരിക്കാൻ ആവശ്യമെങ്കിൽ വാക്സിന്റെ 4ാമത്തെ ദിവസം കൂടി കരാർ ഉണ്ടാകും. തങ്ങളുടെ സൈനികർക്ക് രോഗത്തിനെതിരെ ജൂലൈയിൽ വാക്സിനേഷൻ ആരംഭിച്ചതായി ഇസ്രയേലി സൈന്യം അറിയിച്ചിരുന്നു. ഗസ മുനമ്പിലെ 6,50,000 ഫലസ്തീൻ കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന ഈ ക്യാമ്പയിൻ സുരക്ഷിതമാക്കാൻ അന്താരാഷ്ട്ര സംഘടനകളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് ഉദ്യോഗസ്ഥർ ബോൺ നെയിംസ് എന്ന വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു. എന്നാൽ 3 ദിവസത്തെ ഇടവേള ഒരു വെടിനിർത്തൽ അല്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഗസയിലെയും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും പ്രതിരോധ കുത്തിവയ്പ് നിരക്ക് സംഘർഷത്തിന് മുമ്പ് മികച്ചതായിരുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. 2022-ൽ 99% പോളിയോ വാക്സിൻ കവറേജ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം 89% കുറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഗസയിലെ ജനങ്ങളെ തീർത്ത് കളയാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട് ഫ്രാൻസിലെ ഉന്നത ജൂതമത നേതാവ് രംഗത്തെത്തിയിരുന്നു. ഈ ഒരു കാര്യം നടക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്ന് പറയുന്നത്. ഫ്രാൻസിലെ ചീഫ് റബ്ബി ഹൈൻ കോർസിലെയാണ് ഫ്രഞ്ച് ടെലിവിഷൻ ചാനൽ BFM-ന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഗസ അധിനിവേശത്തെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഹൈൻ കോർസിയ പിന്തുണ അറിയിച്ചു. അതേസമയം ഇസ്രയേലിന്റെ വംശഹത്യയെ പരസ്യമായി ന്യായീകരിക്കുന്ന ഇയാൾക്കെതിരെ ഫ്രഞ്ച് പാർലമെന്റ് അംഗങ്ങൾ അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ലോക മനുഷ്യാവകാശ ഐക്യരാഷ്ട്ര സംഘടന പോലും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉഗ്രകോപം ഇസ്രയേലിന് വരുത്തിവെക്കുന്നത് പാവപ്പെട്ട ഒരു പിടി ഇസ്രയേൽ ജനതയുടെ ജീവന് ഭീഷണിയായിരിക്കും. അതായിരിക്കും ഈ കാണുന്നതൊക്കെയും.